ഹായ് ഹലോ നമ്മളിന്ന് സി സി പ്ലാന്റിൻ്റെ റീപോട്ടിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ്. ഇവൻ്റെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലും വരുന്നുണ്ട് സി സി പ്ലാന്റ്. ഇതിപ്പം ലീവ്സ് ഒന്നും ഒരു ബ്ലാക്കിലേക്ക് എത്തിയിട്ടില്ല, കാരണം ഇവൻ മച്ചുവേർഡ് പ്ലാന്റ് അല്ല. ഇവൻ കുറച്ചും കൂടെ നന്നായിട്ട് ഹൈറ്റൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നമ്മളിവിടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ് റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മാക്സിമം നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ റീപോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സോയിലിലേക്ക് മാറ്റി നടുന്നതായിരിക്കും ബെറ്റർ. കാരണം അവർ വെച്ചിരിക്കുന്ന സോയിലും അതുപോലെ തന്നെ അവർ വളങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊണ്ടു വെക്കുമ്പം അത് ചിലപ്പം ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സോയിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒത്തിരി മുകളിലെ മണ്ണെല്ലാം നന്നായിട്ട് വെള്ളം നനവ് കാരണം ഒത്തിരി അങ്ങ് തിക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ റൂട്ട്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം 1-2 റൂട്ട്സൊക്കെ ചീഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഫസ്റ്റ്ലി റൂട്ട്സൊക്കെ ക്ലീൻ ചെയ്യണം. ഒത്തിരി നമുക്കത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകൾ മതി. സാഫ് എടുത്തിട്ടുണ്ട്, സാഫിൽ മുക്കിയിട്ട് വേണം പ്ലാന്റുകൾ വെക്കാൻ. കാരണം എന്ന് വെച്ചാൽ റൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ചീഞ്ഞ് പോകാനൊരു ചാൻസ് ഉണ്ട്. ഇവൻ എപ്പോഴും ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് കൂടുതലും സെറ്റ് ചെയ്യുക. കാരണം ഇവന് ഒത്തിരി വെയിലിൻ്റെ ആവശ്യമില്ല. ലൈറ്റ് ഒരു ഷെയ്ഡിൽ ഉള്ള ലൈറ്റ്സ് കിട്ടിയാൽ മതി. ഇവനെ നമുക്ക് എന്നും വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. സോയിൽ എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ആ ടൈമിലൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ലിവിങ് സ്പേസിലൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.